രക്ഷകനുടെ വലമമർന്നു നീ ഞങ്ങൾക്കായി ദിനം പ്രതി പക്ഷവാദം ചെയ്തു ജീവിച്ചിടുന്ന ദിനം പ്രതി പക്ഷവാദം ചെയ്തു ജീവിച്ചിടുന്ന നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സന്ദേശമേ. ദൈവത്തിന്റെ സ്തുതി. വീണ്ടും ഒരു വെള്ളിയാഴ്ച ദിവസം കൂടി കർത്താവിന്റെ സന്നിധിയില് കർത്താവിന്റെ വിടുതലിന്റെ ആശ്വാസത്തിന്റെ വചനം കേൾപ്പാൻ ഇങ്ങനൊരു കൂട്ടായ്മ കർത്താവ് ഒരുക്കി തന്നതിനായിട്ട് എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ നേരെ വിഷയത്തിലേക്ക് കടപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം ഞാൻ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ആ സമയപരിധിയിൽ തീർപ്പാനായിട്ട് ശ്രമിക്കേണ്ടതായിട്ടിരിക്കുന്നു. ദൈവമക്കള് പ്രിയ രജി ഓർപ്പിച്ചതുപോലെ വളരെ പ്രാർത്ഥനയോടുകൂടിയിരിക്കണം. ഇന്നത്തെ ശുശ്രൂഷയ്ക്കായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം വായിച്ച് ധ്യാനിച്ച് ചിന്തിപ്പാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. ഞാൻ ഒരു പ്രാവശ്യം കൂടി വായിക്കട്ടെ. വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. നമുക്കൊരു നിമിഷം കൂടി നമ്മുടെ കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ കൂടി ഞങ്ങളോടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, വാഴ്ത്തപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അവിടുത്തെ ഇതപ്രകാരം വേണം കൂടി വരാൻ കർത്താവിനെ ഒതിച്ചല്ലോ. അല്പസമയം അവിടുത്തെ വചനത്തിന് കീഴിലിരിക്കുന്നു കർത്താവ്. അവിടുന്ന് ഞങ്ങളോട് ഇന്ന് വ്യക്തിപരമായിട്ട് സംസാരിക്കണം കർത്താവ്. കൂട്ടിവരുത്തിയ ആ ജനങ്ങൾക്കായിട്ട് കൂട്ടായ്മയ്ക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വചനം എന്ന് പങ്കുവെക്കുമ്പോൾ ഇന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കർത്താവ് ഇടപെടണം. ആശ്വാസത്തിന്റെ ഒരു അനുഭവം അവിടുന്ന് തന്നെ അനുഗ്രഹിക്കണം. സൂക്ഷിപ്പാൻ കർത്താവ് വഴി യോഗ്യനാക്കണം. സ്വർഗീയ ആലോചനകൾ തന്നെ അനുഗ്രഹിക്കണം. അവിടുന്ന് മഹത്വം എടുക്കണം. കൂടി വന്ന് എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം കൊടുക്കുന്നവരെ, ശുശ്രൂഷിക്കുന്ന മറ്റു മക്കളെ, സഭാപന ശുശ്രൂഷയ്ക്കായി ഒരുങ്ങുന്നവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കണം. എല്ലാവരും കുടുംബമായിട്ട് കർത്താവ് അനുഗ്രഹിക്കണം. ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന മറ്റ് ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കണം. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. വഴി നടത്തുന്ന സ്തോത്രം. സ്ഥലം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. നാമം മഹത്വപ്പെടട്ടെ. ആമുഖമായിട്ട് പ്രിയപ്പെട്ട രജി പറഞ്ഞതുപോലെ നമ്മൾ പുതുവർഷത്തിലേക്ക് കടന്നു. ആ ഒരു മാസത്തിന്റെ അവസാന സമയത്തേക്ക് നമ്മൾ പെട്ടെന്ന് വന്നിരിക്കുകയാണ്. സമയം അങ്ങനെ പെട്ടെന്ന് പോകുന്നു. ആ പെട്ടെന്ന് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കർത്താവിന്റെ ദൈവരാജ്യത്തിലേക്ക് ഏറ്റവും അത്രയും കൂടി അടുത്തുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ വരവ് നമ്മൾ അത്രയും അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ഗൗരവമേറിയ ഒരു കാര്യവും കൂടി അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കുന്നു. ഇന്ന് വായിച്ച വചനഭാഗം അത് വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കിടക്കേണ്ടതാവുന്നെന്നും പ്രബോധിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു വന്നു. നമുക്കറിയാം, അതിലേക്ക് നോക്കുമ്പോൾ ഞാൻ വചനം ഡിവൈഡ് ദ വേർഡ്, വചനം ഇങ്ങനെ നുറുക്കി ആണത് പങ്കുവയ്ക്കുവാനായിട്ട്. ആ രീതിയിലാണ് ഞാൻ എപ്പോഴും, ഇടയ്ക്ക് ഒരു സൗണ്ട് കയറി വരുന്നുണ്ട് കേട്ടോ. ആ രീതിയിലാണ് ബൈബിൾ ക്ലാസ് പോലെ, സുവിശേഷ പ്രസംഗത്തേക്കാൾ കൂടുതൽ എപ്പോഴും ബൈബിൾ ക്ലാസ് ആണ് ഞാൻ താല്പര്യമായിട്ട് എടുക്കുന്നത്. അപ്പൊ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ, വചനത്തെ നുറുക്കുമ്പോൾ, ഇതിലത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൽ കടക്കുക എന്നുള്ളതാണ്. ദൈവരാജ്യത്തിൽ കിടക്കുകയാണ്.
അത് എങ്ങനെ വേണം? അത് കഷ്ടങ്ങളിൽ കൂടി ആയിരിക്കണം. വീണ്ടും അത് എങ്ങനെ? അത് വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടും ആയിരിക്കണം എന്ന്. കാരണം പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, 2 തിമോത്തി 4-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ നമുക്ക് വളരെ സുപരിതമായ വേദഭാഗമാണ്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടത്തിനായിട്ട് എനിക്കായിട്ട് വെച്ചിരിക്കുന്നു. അപ്പൊ അവിടെ ആ നല്ല പോരാട്ടം കഷ്ടതയിൽ. ഇന്നത്തെ ധ്യാന സങ്കീർത്തനത്തിലും വത്സ ഇന്ന് ധ്യാനിച്ച 119-ാം സങ്കീർത്തനം അതിന്റെ 105 മുതലുള്ള അതിന്റെ 107-ാമത്തെ വാക്യത്തിലും കഷ്ടതയോടുള്ള ബന്ധത്തിൽ ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു, യഹോവേ നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ എന്നാണ്. ഏത് ശുശ്രൂഷയിലും അവിടെ ആത്മീയ ശുശ്രൂഷ ആത്മീയ ഗീതങ്ങളിൽ എല്ലാം നമ്മൾ നോക്കുമ്പോൾ കഷ്ടതയെക്കുറിച്ച്. ഇന്ന് 7:30 മുമ്പ് റെജി ഇവിടെ ചെയ്ത ഇതിൽ ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തരും. അവിടെ അതിൻ്റെ അകത്ത് കഷ്ടതയെ കുറിച്ചാണ് അതിന്റെ മറ്റ് വരികളിൽ അതിൻ്റെ അകത്ത് വിവരിക്കുന്നത്. അപ്പോ ഇവിടെ കഷ്ടതയെ കുറിച്ച് പൗലോസ് ഇത് പറയുമ്പോൾ പൗലോസ് ഒരു വലിയ കഷ്ടതയിലായതിന്റെ തൊട്ട് അടുത്ത അനുഭവത്തിലാണ് ഇത് പറയുന്നത്. പൗലോസിന്റെ ജീവിതത്തിൽ അനേക കഷ്ടതകൾ പൗലോസ് ഏറ്റിട്ടുള്ളതായിട്ട് അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുള്ളതായിട്ടുള്ളത് നമുക്ക് അറിയാനായിട്ട് കഴിയും. ഇവിടെ പൗലോസ് ഈ കാര്യം പറയുമ്പോൾ ഏറ്റവും വലിയ കഷ്ടതയെ അഭിമുഖീകരിച്ച ഒരവസ്ഥയാണ്. അതിന്റെ 19-ാമത്തെ വാക്യം, ഈ അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. ആ ഒരു അനുഭവം. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കിയാൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്നു. പിറ്റേന്നാൾ ബർന്നാബാസിനോട് കൂടെ ദെർബയ്ക്ക് പോയി ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ചു. പലരെയും ശിഷ്യന്മാരാക്കിയ ശേഷം അവൻ ലുസ്ത്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്ന പട്ടണങ്ങൾക്ക് മടങ്ങി ചെന്നു. അവിടെ വെച്ച് പറയുന്നതാണ് വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നെന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോകുന്നു. കാരണം ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോരേണ്ടതായ ഒരു സാഹചര്യം അവിടെ വന്നിരിക്കുകയാണ്. അവർ കർത്താവിനെ സ്വീകരിച്ച് വിശ്വാസത്തിന്റെ അനുഭവത്തിലേക്ക് വരുമ്പോ വിവിധപരമായ കഷ്ടതകളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പൗലോസിന് തന്നെ മരണത്തെ മരിച്ചു എന്നവർക്ക് അറിയാം. മരിച്ചു എന്ന് തന്നെയാണ് ദൈവജനം തുടർന്ന് 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഞാനൊരു മനുഷ്യനെ കുറിച്ച് അറിയുന്നു, അവൻ ശരീരത്തോടു കൂടിയോ അല്ലാതെയോ എന്ന് അറിഞ്ഞുകൂടാ, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്നുള്ളത്. അപ്പൊ മരിച്ച ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ പൗലോസ് അപ്പോസ്തലന് ഈ സാഹചര്യത്തിൽ വരേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറയും മരണത്തിൽ തന്നെ അഭിമുഖീകരിക്കേണ്ട ഏതാണ്ട് അതുപോലത്തെ ഒരു അവസ്ഥയില് കഷ്ടതയില് ആയ പൗലോസിന്റെ വാക്കുകളാണ് നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന്. കാരണം ഇതുപോലെയുള്ള കഷ്ടപ്രയാസങ്ങൾ ഇത് വരുമ്പോൾ തുറന്നുള്ള ആ വചനഭാഗങ്ങളിലേക്ക് വരുമ്പോ അത് നമുക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ കഷ്ടതയുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോ സമകാലീന സുവിശേഷം എന്ന് പറയുന്നത് സമൃദ്ധിയുടെ സുവിശേഷം ഇങ്ങനെ തിമിർത്ത് അടിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അവിടെ കഷ്ടതയുടെ സുവിശേഷം എത്രമാത്രം ഏൽക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പലരും ആ സമൃദ്ധിയുടെ സുവിശേഷം കേൾപ്പാനും അതിന്റെ പുറകെ പോകുവാനുമായിട്ടാണ് ആഗ്രഹിക്കുക. പക്ഷെ ദൈവവചനം ഒരിക്കലും അതിന് ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പൊ ഇന്നത്തെ ചിന്താവിഷയത്തിന്റെ വിഭജനം വിശ്വാസത്തിൽ നിലനിൽക്കുക, കഷ്ടത. ആ കഷ്ടതയെ തന്നെ ഒരു 3 ഭാഗങ്ങളായിട്ട് തിരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. കഷ്ടത, എന്തുകൊണ്ട് കഷ്ടത കർത്താവ് നമുക്ക് തരുന്നു? എന്ത് കഷ്ടതയിൽ കൂടി നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം? 3 കഷ്ടതയിൽ ഒരു വിശ്വാസി എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് അതിനെ തിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, 1 വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നും, 2 കഷ്ടത എന്നും, 3 ദൈവരാജ്യം എന്നുള്ളത്. അങ്ങനെ 3 പ്രധാന ഘടകങ്ങളിൽ അതിൽ കഷ്ടതയെ തന്നെ 3ആയിട്ട് തിരിച്ചുകൊണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് കഷ്ടതയ്ക്ക് പ്രാധാന്യം കൊടുത്ത് സംസാരിക്കാനായിട്ടാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. വിശ്വാസം എന്ന മേഖലയെ അതിൽ കൂടി ഓടിപ്പോകുവാനായിട്ട്, കാരണം നമുക്ക് സമയ പരിധി ഉണ്ടല്ലോ.
വിശ്വാസം കർത്താവ് നമ്മൾ ദൈവവചനത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം അനുഭവത്തിലേക്ക് നോക്കുമ്പോൾ വിശ്വാസത്തെ വിവിധ തലങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവ് തന്നെ പറഞ്ഞ അല്പവിശ്വാസികളെ എന്ന് പറഞ്ഞ് തന്റെ ശിഷ്യന്മാരെ ശാസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട്. അപ്പൊ അല്പവിശ്വാസികളായിട്ടുള്ളവര് കാണുവാനായിട്ട്. രണ്ടാമത് അപ്പവിശ്വാസി. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അപ്പം നിങ്ങൾക്ക് ലഭിച്ചത് കൊണ്ട് നിങ്ങൾ എന്റെ പുറകെ വരും. പത്രോസും കൂട്ടരും കർത്താവിനോട് ചോദിച്ചു, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുകയാണ്, ഞങ്ങൾക്ക് എന്ത് കിട്ടും? അപ്പൊ എന്തെങ്കിലും ഭൗതികമായിട്ടൊരു കിട്ടുന്ന അനുഭവത്തിൽ വരുന്ന ആ ഒരു വിശ്വാസമുള്ള അവര് അപ്പവിശ്വാസി എന്ന ഒരു ഗ്രൂപ്പിൽ ആയിട്ട് നമുക്ക് അതിനെ കാണാനായിട്ട് കഴിയും. മൂന്നാമതായിട്ട് ദൈവവചനത്തിൽ കാണുന്ന ഒരു ഗ്രൂപ്പാണ് കപടവിശ്വാസികൾ. കർത്താവ് വളരെയധികം ശാസിച്ച ഒരു വിഭാഗമാണ് കപടവിശ്വാസികൾ. അത് നിസ്സാരമായ ആൾക്കാരെ ഒന്നും നോക്കിയിട്ടല്ല കപടവിശ്വാസികൾ എന്ന് പറയുന്നത്. ശാസ്ത്രിമാരെയും പരീക്ഷന്മാരെയും ഒക്കെ അങ്ങനെയുള്ള ദൈവവചനത്തിൽ വളരെ ആഴമേറിയ ഗ്രഹണം ഉള്ള അവരെ നോക്കിയിട്ടാണ് കർത്താവ് കപടവിശ്വാസിയെ എന്ന് പറഞ്ഞത്. അപ്പൊ അല്പവിശ്വാസിയുണ്ട്, അപ്പവിശ്വാസിയുണ്ട്, കപടവിശ്വാസിയുണ്ട്. അടുത്താണ് അന്ധവിശ്വാസി. അവരന്ധമായിട്ട് പല കാര്യങ്ങൾ വിശ്വസിക്കുകയാണ്. ദൈവജനം പറഞ്ഞ അന്ധമായിട്ടല്ല, വിശ്വാസത്തോളം ബന്ധത്തിൽ അതിന്റെ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന, ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസം അതിലേക്കല്ല കൂടുതൽ. ആ ദൈവവചന കർത്താവിന്റെ വചന കേൾവിയിൽ കൂടി വിശ്വാസത്തിലേക്ക് വരണം. വേറൊരു വിശ്വാസ കൂട്ടമാണ് പാരമ്പര്യ വിശ്വാസികൾ എന്ന് പറയുന്നത്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വിശ്വാസ കൂട്ടമാണ് അത്, പാരമ്പര്യ വിശ്വാസം. കാരണം അവരവരുടെ പാരമ്പര്യത്തിൽ പറഞ്ഞ് അങ്ങോട്ട് നെഗളിക്കുവാനായിട്ട് തുടങ്ങും. കാരണം അതുകൊണ്ട് നീ നിൽക്കുന്നു എന്ന് വിചാരിക്കുക, വീണു പോകാതെ അത് കൂടുതൽ ജാഗ്രതയോടുകൂടി. പാരമ്പര്യ വിശ്വാസി അങ്ങനെ തോമാശ്ലീഹയുടെ കാലം മുതലേ എന്ന് പറയുന്നു, ആ പാരമ്പര്യത്തിൽ എടുത്തു പറയുന്ന ഒരു പാരമ്പര്യ വിശ്വാസം. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഇതെല്ലാം. അടുത്തൊരു കൂട്ടരാണ് അന്യ മതവിശ്വാസി. അന്യദേവന്മാരിലും വിഗ്രഹങ്ങളിലും ആശ്രയിക്കുന്ന അന്യമതക്കാരല്ലത്. അന്യമതക്കാരാണെങ്കിൽ അത് നമുക്ക് അത് ഉൾക്കൊള്ളാം. പക്ഷേ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന കൂട്ടര് അന്യ മതവിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ വിഗ്രഹങ്ങളുടെ പുറകെ പോകുന്ന, അവിടെയാണ് കർത്താവ് ഏറ്റവും കൂടുതൽ നിങ്ങൾ തോണിയിൽ നിൽക്കുന്നവര് എന്നൊക്കെ പറഞ്ഞ് ഈ ഓരോ വിഭാഗത്തെ കുറിച്ചും കർത്താവ് വിമർശിക്കുന്നുണ്ട്. കർത്താവ് ഉയർത്തിയിട്ടുള്ള അല്ലെങ്കിൽ അതിനെ നല്ല രീതിയിൽ കണ്ടിട്ടിരിക്കുന്ന വിശ്വാസമുണ്ട്. ഖുറേനക്കാരി സ്ത്രീയെ കണ്ടിട്ട് പറഞ്ഞു, വലിയ വിശ്വാസം, ഇത്രയും വലിയ വിശ്വാസം യെരൂശലേമിൽ കണ്ടിട്ടില്ലെന്ന്. അപ്പോ ഒരു വലിയ വിശ്വാസം, കർത്താവ് ഹൃദയങ്ങളിൽ ശോധന ചെയ്യുന്നവനാണ്. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അവിടെ സുപരിതമായ ഒരു ഭാഗമുണ്ടല്ലോ. 4 പേര് കൂടി ഒരു തളർവാദ രോഗിയെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുമ്പോ അവിടെ കർത്താവ് അവരുടെ വിശ്വാസം കണ്ടിട്ടാണ് അവിടെ കർത്താവ് ആ രോഗി സൗഖ്യം കൊടുത്തത് നമുക്ക് കാണാനുണ്ട്. അപ്പൊ വിശ്വാസം കാണണം. പറയുന്ന വിശ്വാസമല്ല, പാരമ്പര്യ വിശ്വാസം പറയുന്നവരുണ്ട്. അതുപോലെ പല രീതിയിൽ ഞാൻ ഇത് അങ്ങനെ ഇങ്ങനെ എന്ന് പറയുന്ന അനേകര്. ആ പറയുന്ന അത് അവരല്ല കർത്താവ് കാണണം. വിശ്വാസത്തെ അത് കാണുവാനായിട്ട് നമ്മിലെ ഓരോ പ്രവൃത്തികളിൽ അത് കാണുവാനായിട്ട് കഴിയും. അപ്പൊ കാണുന്ന ആ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ ഞാൻ അത്രയും പറഞ്ഞ ആ ഭാഗം അങ്ങ് വിടുകയാണ്. അടുത്തത് കഷ്ടത എന്നുള്ളതാണ്. അതില് അവിടെ കുറിവാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അനേക കഷ്ടങ്ങളിൽ കൂടി, അനേക കഷ്ടതയിൽ കൂടി കടന്നു പോകണം. 1, 2 എന്നല്ല, ചില കഷ്ടതയിൽ കൂടി, അനേക കഷ്ടതയിൽ കൂടി. കഷ്ടത എന്ന് പറയുന്നത് ദൈവിക പദ്ധതി ആയിരുന്നില്ല. കർത്താവിന്റെ ആദ്യ പദ്ധതി ദൈവ പദ്ധതി ആയിരുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ
യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും ആയിട്ട് അവിടെ ആക്കി. സകലതും സൃഷ്ടിച്ച് ഒരുക്കി സകലതും അനുഭവിപ്പാനായിട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചാണ് ആദമിനെ ഹവ്വയെയും ഏദൻ തോട്ടത്തിലാക്കിയത് നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷേ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. ഇപ്പൊ മനുഷ്യൻ ചോദിച്ച് വാങ്ങിയതാണ് ഈ കഷ്ടത എന്ന് പറയുന്നത്. അത് റോമാലേഖനത്തിൽ പോലും സപ്പോസ് വേറൊരു രീതിയിൽ കൂടി അത് പറയുന്നുണ്ട്. അതിന്റെ 5-ാമത്തെ 12-ാമത്തെ വാക്യം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അപ്പൊ ലോകത്തിലേക്ക് കടന്നു വന്നത് ഈ മരണം, രോഗം, അല്ലെങ്കിൽ കഷ്ടത, ഈ ബുദ്ധിമുട്ട്, പ്രയാസങ്ങള്, ഇതെല്ലാം ലോകത്തിലേക്ക് കടന്നു വന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ കഷ്ടത എന്ന് പറയുന്ന ഒരു ദൈവിക പദ്ധതിയിലായിരുന്നില്ല. മനുഷ്യനത് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ, തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷഫലം തിന്ന് കഴിഞ്ഞപ്പോൾ, ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കുക എന്നാ പറയുന്നത്. വീണ്ടും പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ഒരു മനോഹരമായ ഒരു വാക്യമാണ്. കണ്ടു, കേട്ടു, അറിഞ്ഞു. നിന്നെ കാണുന്ന ഒരു ദൈവം, നീ കഷ്ടതയിലായിരിക്കുന്ന കാണുന്ന ഒരു ദൈവം, നിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളെയും കേൾക്കുന്നൊരു ദൈവം, നിന്റെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു ദൈവം. എന്ത് കുടിക്കും, എന്തെടുക്കും, ഇതിനെക്കുറിച്ച് വിചാരപ്പെടണ്ട. അത് നിനക്ക് ആവശ്യമെന്ന് അറിയുന്ന ഒരു ദൈവം, നിന്റെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു ദൈവം, നിന്റെ കഷ്ടതകളെ കാണുന്ന കേൾക്കുന്ന ഒരു ദൈവം. അതാണ് ആദ്യം ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് തന്നെയാണ് നമ്മുടെ ബലം, അത് തന്നെയാണ് നമ്മുടെ ആശ്രയം, അത് തന്നെയാണ് നമുക്ക് പല പ്രതിസന്ധികളിലും നമുക്ക് വിടുതൽ തരുന്നത്. കാരണം എന്റെ ജനത്തിന്റെ എന്നാ പറഞ്ഞ് ദൈവജനത്തിന്റെ എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു. സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വാക്യം. ഞാൻ എടുക്കുന്ന എല്ലാം സുപരിതമായ വേദഭാഗങ്ങളാണ്. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വാക്യം മനഃപ്പാഠ വാക്യമായിട്ട് പറഞ്ഞ എല്ലാവരും പറയും, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് മാത്രമേ പറയുകയുള്ളൂ. പക്ഷെ വാക്യം അങ്ങനെയല്ല തുടങ്ങുന്നത്. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കും. ഇത് പറഞ്ഞിരിക്കുന്നത് കഷ്ടതയുണ്ട് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുവാനല്ല കർത്താവ് അവിടെ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട് എന്ന് പറഞ്ഞിരിക്കും. കഷ്ടതയെ കുറിച്ച് പറയുമ്പോൾ, അതിനെക്കുറിച്ച് തുടർന്ന് ദൈവവചനം ധ്യാനിക്കുമ്പോൾ ആ സമാധാനം ലഭിക്കാനായിട്ട് കഴിയും എന്ന് കർത്താവ് മുന്നോട്ട് പറയുകയാണ്. അത് തുടർന്നുള്ള ഭാഗങ്ങളിൽ അത് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഞാൻ പറഞ്ഞത് ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ കഷ്ടത എന്ന് പറഞ്ഞ് അതിൽ നമ്മൾക്കൊരു നിരാശയുടെ അനുഭവത്തിൽ വരുന്നത് പോലെയായിരിക്കും. പക്ഷെ അതല്ല, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് എന്ന് പറയുന്നു. യോബിന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ കഷ്ടതയോടുള്ള ബന്ധത്തിൽ
സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ട സമ്പൂർണനും ആകുന്നു എന്നാണ് പറയുന്നത്. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും ആ ആയുസ് അത് കഷ്ടത്താൽ നിറഞ്ഞിരിക്കുന്നു എന്നുമാണ്. വീണ്ടും റോമാലേഖനം 8-ാമത്തെ വാക്യത്തിൽ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാര്യത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് അപ്പോസ്തലൻ പറയുന്നു. അത് നമുക്ക് വെളിപ്പെടുവാനുള്ള തേജസ്സാണ്. അതാണ് ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരം. അത് ഭാവിയിൽ ഈ കഷ്ടങ്ങളിൽ കൂടി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാകുന്നു എന്ന് അപ്പോസ്തലൻ പറയുമ്പോൾ അത് തുടർന്നുള്ള വാക്യങ്ങളിൽ കൂടി നമ്മളെ ബലപ്പെടുത്തുന്നതാണ്. വെളിപ്പെടുവാനുള്ള തേജസ്സിലാണ്. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, സമൃദ്ധിയുടെ സുവിശേഷം ഇങ്ങനെ പെയ്യി വരുമ്പോ കഷ്ടതയില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ കഷ്ടത ദൈവമക്കൾക്ക് ഇല്ല, അല്ലെങ്കിൽ ദൈവമക്കൾക്കുള്ളതല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോ നാം ദൈവവചനത്തിലേക്ക് നോക്കുമ്പോ കഷ്ടത വേണ്ട എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ, അതും കർത്താവിന്റെ അടുത്ത് പറയുകയാണ് കഷ്ടത വേണ്ട. നമുക്കറിയാം പത്രോസിനോടുള്ള ബന്ധത്തിലാണ്. പത്രോസിന് വലിയ പുകഴ്ത്തി പറഞ്ഞ ഒരു അനുഭവം വന്ന് ഉടനെയാണ്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും എന്ന് പറഞ്ഞു. ജഡരക്തങ്ങൾ വെളിപ്പെടുത്തുന്ന സ്വർഗത്തിൽ നിന്ന് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്ത പത്രോസിനെ കർത്താവ് വിളിച്ചിട്ട് പറഞ്ഞു, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും എന്ന് പറഞ്ഞ് പത്രോസിനെ കുറെ അനേക കാര്യങ്ങൾ പുകഴ്ത്തി അവിടെ പറഞ്ഞതിന് ശേഷം കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ അനേക കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകേണ്ടതാണ്, അനേക കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടതാണ്. കർത്താവ് അനുഭവിക്കേണ്ടതായ കഷ്ടതയെ കുറിച്ച് വിവരിച്ചു പറഞ്ഞപ്പോൾ ഒരു പത്രോസ് കർത്താവിനെ വേറിട്ട് കൊണ്ടുപോയി അവനെ ശാസിക്കുകയും ഇതിനു കൂടെ ഒന്നും പോകരുത് എന്ന് പറയുന്നൊരു പത്രോസ്, ആ പത്രോസിനോട് പറഞ്ഞതാണ് സാത്താനെ എന്ന് വിട്ടു. അപ്പൊ കഷ്ടത ഇല്ല എന്ന് പറയുന്നത്, അല്ലെ കഷ്ടത ഇല്ല എന്ന് പറഞ്ഞു ജനത്തെ തെറ്റിക്കുന്നത് സാത്താനാണെന്നും അത് സാത്താന്റെ ഉപദേശമാണെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കാരണം പിശാച് എന്ന് പറയുന്നത് അവൻ പോഷ്കിന്റെ പിതാവാണ്. അവൻ പറയുന്ന നുണയിൽ കൂടിയാണ്, പോഷ്കിൽ കൂടിയാണ് ദൈവജനത്തെ തെറ്റിക്കുന്നത്. ആദ്യ മാതാപിതാക്കളെ തെറ്റിച്ചത് അങ്ങനെയാണല്ലോ, പരസ്യങ്ങളിൽ കൂടി, അല്ലെങ്കിൽ പോഷ്കിൽ കൂടിയാണ്, അല്ലെങ്കിൽ അർത്ഥസത്യങ്ങളിൽ കൂടി. ഈ പിശാചിന്റെ ഒരു പ്രത്യേകത, അവൻ മുഴുവൻ നുണ അല്ല അവൻ പറയുക, ചില സത്യങ്ങളുണ്ട്. അപ്പോ ദൈവമക്കൾ വിചാരിക്കും ആ അർത്ഥസത്യങ്ങളെ, അതായത് ഈ കയ്പുള്ള ഗുളിക കഴിക്കാനായിട്ട് മധുരം പുറത്ത് ചാലിച്ചിട്ട് കഴിക്കും, അകത്ത് ആ ഉള്ള കയ്പ്. അർത്ഥസത്യമാകുന്ന ഈ മധുരത്തെ പൊതിഞ്ഞുകൊണ്ട് ഉള്ളില് കയ്പാകുന്ന വിഷം അവൻ പകർന്നു തരിക. ആ പുറത്തെ മധുരത്തിൽ ദൈവമക്കൾ വീണു പോവുക, ആ അർത്ഥസത്യത്തിൽ വീണു പോവുക. അപ്പൊ സമൃദ്ധി എങ്ങനെ മാറ്റി വിളിക്കുമ്പോ, സമൃദ്ധി ഈ കൂട്ടായ്മയിലേക്ക് വാ, ഈ കുടിവരവിലേക്ക് വാ, നിങ്ങളുടെ ലോകത്തിലെ സകല പ്രശ്നങ്ങളും തീർത്തു തരും എന്നാണ് അവരുടെ വാഗ്ദാനം. നിങ്ങളുടെ സമ്പത്തോ, നിങ്ങളുടെ ആരോഗ്യമോ, നിങ്ങളുടെ ഈ ലോകത്തിന്റെ സമൃദ്ധിയോ അത് ദൈവത്തിനൊരു വിഷയമല്ല. ഈ ലോകത്തിന്റെ സമൃദ്ധി അത് ജീവന് ആധാരമല്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയും. ഈ ലോകത്തിന്റെ സമൃദ്ധി, നീ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പോയി നിന്റെ രോഗം മാറി എന്ന് പറയുന്നത് അത് സ്വർഗീയ പ്രവേശനത്തിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് അല്ല. നിനക്ക് നല്ലൊരു പ്രകൃതി ലഭിച്ചു എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന നിന്റെ നേട്ടം സ്വർഗീയ പ്രവേശനത്തിന്റെ സർട്ടിഫിക്കറ്റ് അല്ല. നിന്റെ ബിസിനസിന്റെ ഉന്നതി, അല്ലെങ്കിൽ നിനക്ക് കാറുണ്ടാകുന്നു, വീടുണ്ടാകുന്നു, ഈ സമ്പത്തുണ്ടാകുന്നു, ഇതൊന്നും ദൈവ വിഷയമല്ല. നമുക്കറിയാം, കഷ്ടത ഉണ്ടാകാതിരിക്കാൻ ഒരു ജീവിതകാലം മുഴുവൻ ആസ്വദിക്കുവാൻ വേണ്ടിയിട്ട് അതിന് സ്വത്ത് സ്വരൂപൂട്ടി
പട്ടയങ്ങളും മലകളും പൊളിച്ചു പണിത് ധാന്യങ്ങൾ ശേഖരിച്ച ഒരു ധനവാനായ കൃഷിക്കാരനെ കുറിച്ച് ദൈവവചനം പറയുന്നുണ്ട്. അവനവന്റെ സ്വപ്നത്തിൽ പോലും പ്രവേശിക്കാത്തൊരു വലിയ വിളവന് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവന്റെ നിലവിലുള്ള അറകളൊന്നും തികയാതെ വന്നു. അവൻ അറകൾ പൊളിച്ചു, പട്ടായങ്ങൾ പൊളിച്ചു, വലുത് പണിതു. അതിലെല്ലാം ശേഖരിച്ചു കഴിഞ്ഞിട്ട് അവൻ കണക്ക് കൂട്ടിയപ്പോ അവന്റെ ആയുസ് മുഴുവനും സന്തോഷത്തോടെ സമൃദ്ധിയോടെ തിന്നു കുടിച്ച് ആനന്ദിക്കുവാനുള്ള ഒരു വസ്തുതയുണ്ട് എന്ന് അവൻ ലോകപ്രകാരം കണക്ക് കൂട്ടി. അത് കണക്ക് കൂട്ടിയ പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് പറഞ്ഞു, മൂഢ, ഇന്ന് രാത്രി നിന്റെ ജീവനെ ചോദിച്ചാൽ. ഇവിടെയാണ് റജി ആമൂദിൽ പറഞ്ഞ സമയത്തിന്റെ വില. ആ ഇതാവുന്ന തക്ക സമയം ആ രക്ഷയുടെ അനുഭവത്തിലേക്ക്, തക്ക സമയം. രാത്രിയിൽ ജീവനെ ചോദിച്ചാൽ ഈ തക്ക സമയത്ത് നാം രക്ഷയുടെ അനുഭവത്തിലേക്ക്. അവിടെ കർത്താവ് പറഞ്ഞു, മുഴുവൻ രാത്രി നിന്റെ ജീവനെ ചോദിച്ചാൽ നീ ഈ സമ്പാദിച്ചു വച്ചതൊക്കെയും എന്താകും, ആർക്കനുഭവിപ്പാനായിട്ട് കഴിയും? കർത്താവ് പറഞ്ഞു, ദൈവ വിഷയമായി സമ്പന്നനാകുന്ന അനുഭവത്തിലേക്ക്. ദൈവ വിഷയമായി സമ്പന്നനാകുവാനായിട്ടാണ് അവിടെ അവനോട് പറഞ്ഞത്. ദൈവത്തിന്റെ വിഷയം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നിന്റെ ബിസിനസ്, നിന്റെ കൃഷി, നിന്റെ ആരോഗ്യം, ഇതൊന്നും അല്ല നിന്റെ വിഷയം. ദൈവ വിഷയം എന്ന് പറയുന്നത് സ്നേഹമാണ്. ദൈവത്തിന് ദൈവം എപ്പോഴും ആ സ്നേഹത്തെ കുറിച്ചാണ്. ഒന്ന് കൊരിന്ത്യർ 13-ാം 1 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോ വേറെ എന്തുണ്ടായതുകൊണ്ടും എന്ത് പ്രയോജനം, സ്നേഹമില്ല എങ്കിൽ എന്ന് പറയും. പറഞ്ഞു, ഞാൻ സൽഗുണപൂർണനാകിയാൽ നിങ്ങളും സൽഗുണപൂർണനാകുവാനായിട്ട് പറഞ്ഞു. സൽഗുണത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് അത് സ്നേഹത്തിലാണ്. ആ സ്നേഹമാകുന്ന സൽഗുണത്തിന്റെ അതിന്റെ പൂർണ്ണത എന്ന് പറയുന്ന സ്നേഹത്തിന്റെ പൂർണ്ണത അത് സൽപ്രവൃത്തിയാണ്. അത് നിന്റെ ശത്രുവിനെ സ്നേഹിക്കുന്ന അനുഭവത്തിലേക്ക് വരിക എന്നുള്ളതാണ്. ആ യാക്കോബിന്റെ ലേഖനം 1-4 വാക്യങ്ങളിലേക്ക് വരുമ്പോ നമ്മൾ കഷ്ടത, വിശ്വാസം, സ്വർഗീയ പ്രവേശനം, ഈ മൂന്നിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണല്ലോ സംസാരിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം 1-3-4 വാക്യങ്ങളിലേക്ക് വരുമ്പോ അതിനെ അപ്പോസ്തലൻ ഒന്നും കൂടി അത് വിശദമാക്കുന്നുണ്ട്. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ, അതായത് കഷ്ടതയിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എണ്ണുവേൻ. എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ, വിവിധമായ കഷ്ടതകൾ നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതൊന്ന് മനസ്സിലാക്കണം, അത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധനയാണ് എന്ന്. ആ വിശ്വാസത്തിന്റെ പരിശോധന നിന്റെ ജീവിതത്തിൽ ഒരു സ്ഥിരത അതിലുണ്ടാക്കുകയാണ്. ആ സ്ഥിരത ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നുള്ളവരെ കഷ്ടങ്ങളിലും സന്തോഷിപ്പാനായിട്ട് കഴിയണം. റോമലേഖനം 5-ാം 3-ാമത്തെ വാക്യത്തിൽ പൗലോസ് അത് പറയുന്നുണ്ട്. കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ദാവീദും അത് തന്നെയാണല്ലോ. ഞാൻ കഷ്ടതയിലാവുന്നതിന് മുമ്പ് വഴിതെറ്റിപ്പോയി, ഇപ്പോഴും നിന്റെ ചട്ടങ്ങളെ പ്രമാണിപ്പാൻ തക്കവണ്ണം കഷ്ടതയിലായത് നന്നായി എന്ന് കഷ്ടതയിൽ പ്രശംസിക്കുന്ന ദാവീദിനെയും നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഞാൻ സമയം പോയതുകൊണ്ട് വേഗം അതിന്റെ അടുത്ത ഭാഗത്തേക്ക് വരട്ടെ. കഷ്ടതയിലുള്ള അനുഗ്രഹം എന്താണ്? കഷ്ടതയിൽ കൂടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹം എന്താണ്? യോബിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ്. എബ്രായലേഖനം 12-11 ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ. അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ബലം
ലഭിക്കും. അവിടെ എന്താണ്? അതിനാൽ അഭ്യാസം വന്നവർക്ക്. നമുക്കറിയാം, ഒരു പ്രത്യേക വിഷയത്തിൽ അഭ്യാസിയാകണമെങ്കിൽ ആ പ്രവൃത്തി അനേകവട്ടം ചെയ്ത് അതിൽ പെർഫെക്റ്റ് ആയെങ്കിൽ മാത്രമേ ഒരാളെ അഭ്യാസി എന്ന് വിളിപ്പാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ കഷ്ടത അല്ലെങ്കിൽ ഈ ബാലശിക്ഷ അല്ലെങ്കിൽ കർത്താവിന്റെ ശാസന അത് തുടരെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് അത് തികഞ്ഞ ഒരു അഭ്യാസ അനുഭവത്തിലേക്ക് വരുമ്പോൾ ആണ് സമാധാന ഫലം, നീതി എന്ന സമാധാന ഫലം ലഭിക്കുന്നത്. അപ്പൊ കഷ്ടതയിൽ ലഭിക്കുന്ന പല അനുഗ്രഹങ്ങളിൽ ഒന്നാണ് സമാധാന ഫലം അനുഭവിക്കുക. നമ്മൾ സമാധാനം ഉണ്ടാക്കാനായിട്ട് സമ്പത്ത് ശേഖരിക്കും, നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ടായിട്ട് ശ്രമിക്കും. ഇതൊക്കെ അതൊന്നുമല്ല നമുക്ക് സമാധാനം തരുന്നത് എന്ന് മുൻ ഭാഗങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലായി. 2 കൊരിന്ത്യർ 4-17 വാക്യത്തിലേക്ക് വരുമ്പോ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യവനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഇവിടെ ഒരു അനുഗ്രഹം കിട്ടുകയാണ്, തേജസ്സിന്റെ നിത്യവനം. അതെങ്ങനെയാണ് കിട്ടുന്നത്? നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. പൗലോസ് അപ്പോസ്തലന് അത് എങ്ങനെയാണ് അത് നൊടിയ നേരത്തേക്ക് എന്ന് പറയുവാനായിട്ട് കഴിഞ്ഞത്? അത് തന്നെയല്ല, അത് ലഘുവായ കഷ്ടം എന്ന് പറയുവാനായിട്ട് കഴിഞ്ഞത്. കാരണം പൗലോസിന് വിശ്വാസത്തിലേക്ക് വന്ന ആ അപ്പോൾ മുതൽ കഷ്ടതയ്ക്ക് പുറകെ കഷ്ടത, പഴികൾക്ക് പുറകെ പഴി, ദുഷികൾക്ക് പുറകെ ദുഷി, നിന്നകൾക്ക് പുറകെ നിന്ന്, ഇതെല്ലാമാണ് അവന് ജീവിതത്തിൽ മുഴുവൻ അനുഭവിച്ചത്. അതിനെ അവന് വിശേഷിപ്പിക്കുന്നത് നൊടിനേരത്തേക്കെന്നുള്ളത്. മരണത്തിൽ തന്നെ നേരിടേണ്ടതായിട്ട് വന്ന ആ കഷ്ടതയെ ലഘുവായ കഷ്ടം എന്നാണ് പൗലോസ് കാണുന്നത്. അത്രയും ലഘൂകരിച്ച് കാണുവാനായിട്ട് അതിന് അപ്പോസ്തലന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ കഷ്ടത ഒരു വലിയ നിത്യധനം, വലിയ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് തേജസ്സിന്റെ നിത്യധനം ലഭിക്കാനായിട്ട് പൗലോസിന്റെ ജീവിതത്തിലേക്ക് നമ്മളോടും ഉള്ള വിധത്തില് കഷ്ടത നിനക്ക് വേണമോ അതോ അതിൽ നിന്നുള്ള അല്ലെങ്കിൽ ഒരു രോഗം വേണമോ അല്ലെങ്കിൽ ആ രോഗത്തിൽ നിന്നുള്ള വീടുതൽ വേണമോ എന്നുള്ള ഒരു ചോയ്സ്, അല്ലെങ്കിൽ ലോകപ്രകാരം ഒരു അനുഗ്രഹം വേണമോ കഷ്ടതയിൽ കൂടിയുള്ള അനുഗ്രഹം വേണമോ, ഒരു ചോയ്സ് നിന്റെ മുമ്പിലേക്ക് വെക്കുകയാണെങ്കിൽ. സൺഡേ സ്കൂളില് പണ്ടൊരു വിദ്യാർത്ഥിയോട് സൺഡേ സ്കൂൾ ടീച്ചർ ചോദിച്ചു, നിനക്ക് ധനവാന്റെ അനുഭവം വേണോ ലാസറിന്റെ അനുഭവം വേണോ എന്ന് ചോദിച്ചപ്പോ, ഈ ലോകത്തിലായിരിക്കുമ്പോ ധനവാന്റെ അനുഭവം, അവിടെ ചെല്ലുമ്പോ ലാസറിന്റെ അനുഭവം എന്ന് പറഞ്ഞതുപോലെ. പക്ഷെ അതല്ല ഇത് ഉദ്ദേശിക്കും. നമുക്ക് ഇവിടെ പൗലോസിന്റെ ജീവിതത്തിൽ അത് വന്നു. അവന് ഒരു മുള്ള അവന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. പക്ഷെ ആ ചോയ്സ് അവിടെ നിനക്ക് എന്റെ കൃപ മതി എന്നുള്ള ഇടപെടലാണ് ദൈവത്തിൽ നിന്ന്. രോഗസൗഖ്യമല്ല അവിടെ അവന് കൊടുത്തത്, ജഡത്തിന്റെ സൗഖ്യമല്ല കൊടുത്തത്, ദൈവത്തിന്റെ കൃപ. കാരണം ആ ദൈവത്തിന്റെ കൃപ നിന്റെ ബലഹീനതയില് അവന്റെ ശക്തി അവിടെ തികഞ്ഞ് വരുവാനായി. അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ചോയ്സ് ഉണ്ട് എങ്കിൽ അത് വലിയ ഒരു ചോദ്യം. കാരണം കർത്താവ് പറഞ്ഞല്ലോ, ആ നിത്യതയിലേക്കുള്ള അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി അവിടെ ഇടുങ്ങിയതാണ്, അത് കല്ലും മുള്ളെന്ന് പറഞ്ഞതാണ്. പക്ഷെ അവിടെ തൊട്ടടുത്ത് വിശാലമായ ഒരു വഴിയുണ്ട്. അവിടെ ഒരു ചോയ്സ് നമുക്കിടെ നമ്മൾ പലപ്പോഴും ആ വിശാലമായ വഴി തിരഞ്ഞെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതാണല്ലോ അനേകർക്കും ഇപ്പോൾ പറ്റുന്നത്. അപ്പോ ഈ ദൈവരാജ്യ പ്രവേശനം എന്ന് പറയുന്ന വിവിധ കഷ്ടതകളിൽ കൂടി കടന്ന് വിശ്വാസത്തിൽ നിലനിന്ന് ഈ ഇടുങ്ങിയ വാതിലിൽ കൂടി കടക്കുവാനുള്ള യോഗ്യത നേടിക്കൊണ്ട് നമുക്ക് അതിന് പ്രവേശിപ്പാനായിട്ട് കഴിയണം. അപ്പോ ഈ ചോയ്സ് എപ്പോഴും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കും. ആ ഇടുങ്ങിയ വാതില് അല്ലെങ്കിൽ വിശാലമായ വാതിൽ കക്ഷതയിൽ കൂടി അവിടെ നീതി സമാധാനം നമുക്ക് അനുഭവിക്കും. അടുത്തത് കക്ഷതയിൽ കൂടിയുള്ളത് 66-ാം സങ്കീർത്തനം അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ, ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതി കഴിക്കുന്നത് പോലെ നീ ഊതി കഴിച്ചിരിക്കുന്നു.
അതെന്താണ് കുറച്ചും കൂടി വ്യക്തമാകുന്ന യെശയ്യാപ്രവചനം 58-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ വരുമ്പോഴാണ്. ഇതോ ഞാൻ നിന്നെ ഊരി കഴിച്ചിരിക്കുന്നു, വെള്ളിയപ്പയരെ അല്ല താനും ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിലാകുന്നു ശോധന കഴിച്ചിരിക്കുന്നത്. അപ്പൊ കഷ്ടതയിൽ കൂടി ശോധന ചെയ്ത് ശുദ്ധീകരിക്കുന്ന ഒരു ദൈവം, കഷ്ടതയിൽ കിട്ടുന്ന വലിയൊരു അനുഗ്രഹമാണത്. എബ്രായർ 12:10 അത് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. നമ്മുടെ ബാലശിക്ഷ എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധീകരണത്തിനാണ്. വിശുദ്ധീകരണം കൂടാതെ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാനായിട്ട് കഴിയില്ല, ദൈവത്തെ കാണുവാനായിട്ടും കഴിയും. അപ്പൊ അത് കഷ്ടതയിൽ കൂടി എന്നുള്ള കഷ്ടത ഇവിടെ തരുന്നത്. സമൃദ്ധി തരുമ്പോൾ ദൈവത്തെ മറന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ദൈവത്തിൽ കാണുന്നത്. ഈ ദൈവത്തിന്റെ സമൃദ്ധി അല്ലെങ്കിൽ പദവികൾ ലഭിക്കുമ്പോ അയാളൊരു ദൈവത്തെ മറന്നു പോകും. അതുകൊണ്ടാണ് സദൃശ്യമായി 30-ന്റെ 8-ാം വാക്യങ്ങളില് എനിക്ക് സമ്പത്ത് തരരുത്, സമ്പത്ത് തന്നാൽ ഞാൻ നിലനിച്ചു പോയി ദൈവത്തെ മറക്കുന്ന അല്ലെങ്കിൽ ദൈവത്തോട് പാപം ചെയ്യുന്ന അവസ്ഥ വരും. അപ്പൊ സമ്പത്ത് തരരുത്, ദാരിദ്ര്യവും തരരുത്. ദാരിദ്ര്യം തന്ന് ഞാൻ മോഷ്ടിച്ച ദൈവസന്നിധിയിൽ ഭാവിയാവുന്ന അവസ്ഥ. നിത്യവൃത്തിയെ തന്ന് അനുഗ്രഹിക്കുവാനായിട്ട് അതിൽ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയില് ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം തന്ന്. അപ്പോ ഇനി അവനോ അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ആശിഷിക്കണം. ബാലശിക്ഷ എന്ന് പറയുന്ന ഒരു വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് വരുവാനായിട്ട്. വീണ്ടും 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ ഞാൻ മുന്നേ പറഞ്ഞുവല്ല, വിശ്വാസത്തിന്റെ ഒരു ശോധന, വിശ്വാസത്തിൽ നിന്നും നിലനിന്നുകൊണ്ട് അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനും കാണാൻ അങ്ങനെ ഇടവരും. അപ്പൊ വിശ്വാസത്തിലെ ആ ശോധന നമ്മിലേക്ക് വരുമ്പോ, ഈ പരിശോധന നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോ അതിന് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്ന കർത്താവിന്റെ പ്രത്യക്ഷതയിലാണ്. അവിടെ പുകഴ്ച ലഭിക്കും, തേജസ് ലഭിക്കും, മാനം ലഭിക്കും. 3 കാര്യങ്ങളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അങ്ങനെ അത് കാണുവാനായിട്ട് ഇടവരും എന്ന്. കഷ്ടതയില് അല്ലെങ്കിൽ ശോധനയിൽ ലഭിക്കുന്ന ഒരു അനുഗ്രഹം. വീണ്ടും 1 പത്രോസ് അതിന്റെ 4-ാമത്തെ 12-13 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവേൻ. നമ്മുടെ ജീവിതത്തിലേക്ക് പരീക്ഷ അല്ലെങ്കിൽ ചില അഗ്നിശോധനകൾ വരുമ്പോൾ, വലിയ വലിയ രോഗ അവസ്ഥയിലേക്ക് വരുമ്പോ, വലിയ വലിയ ഭാരാവസ്ഥയിലേക്ക് വരുമ്പോ ഒരു വലിയ അപൂർവ കാര്യം സംഭവിച്ചു എന്ന് കർത്താവ് തന്നെ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ന് പോലും ആ പൂർണ്ണ മനുഷ്യ അവസ്ഥയിൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വലിയ ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോ എനിക്ക് മാത്രം സംഭവിച്ച അപൂർവമായിട്ട് മറ്റുള്ളവർക്കൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്കല്ല നിങ്ങൾ കടന്നു പോകേണ്ടത്. അവിടെ നിങ്ങൾ നിരാശരാകരുത്, നിങ്ങൾ അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്നവരും സന്തോഷിച്ചു കൊള്ളുവാനായിട്ട്. അല്ലെ പോലും റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ് ആൻഡ് അഗൈൻ ഐ സേ റിജോയ്സ്. കർത്താവിൽ സന്തോഷിപ്പിൻ, ഞാൻ വീണ്ടും പറയുന്നു സന്തോഷിപ്പിൻ. അത് കഷ്ടതയുടെ മധ്യത്തിലും. ഞാൻ ഇതിന്റെ വാക്കുകളെ ചുരുക്കട്ടെ. കഷ്ടത നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോ ഞാൻ പറഞ്ഞു എന്ത് ആണ് ചെയ്യേണ്ടത്. നമ്മുടെ പ്രവൃത്തി, ആ സ്നേഹ സൽഗുണ പൂർത്തീകരണത്തില് നിന്റെ സ്നേഹം എന്ന അവസ്ഥയില് മറ്റുള്ളവരെ സ്നേഹിപ്പാൻ, ശത്രുവിനെ സ്നേഹിപ്പാനായിട്ട്. വീണ്ടും കഷ്ടതയിൽ എന്ത് ചെയ്യാ? യാക്കോബിന്റെ ആ പ്രാർത്ഥന, ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ യാക്കോബിനോട് ചോദിക്കുകയാണ്, നീ നിന്റെ കഷ്ടകാലത്ത് എന്താണ് ചെയ്തത് യാക്കോബ് എന്ന് ചോദിച്ചാൽ, എന്റെ കഷ്ടകാലത്ത് എന്റെ പ്രാർത്ഥന കേൾക്കുകയും
ഞാൻ പോയ വഴികളിൽ എന്നോടുകൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുകയും ചെയ്യും എന്ന് പറയും. കഷ്ടകാലത്ത് നമുക്ക് ചെയ്യുവാനുള്ളത് കർത്താവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിപ്പാനായിട്ട്. യാക്കോബ് കർത്താവിനോട് പ്രാർത്ഥിക്കുക ചെയ്തു. പ്രാർത്ഥിച്ചപ്പോൾ അവൻ പോയ വഴിയിലൊക്കെയും കർത്താവിന്റെ കൂടെ ഇരുന്നു. നമുക്കറിയാമല്ലോ, ദൈവവചനത്തിൽ 365 പ്രാവശ്യം ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്തു. നമ്മുടെ കൂടെ ഇരിക്കുന്നവൻ, കഷ്ടതയിൽ നമ്മുടെ കൂടെ ഇരിക്കുന്നവൻ, സകല ഘട്ടങ്ങൾ വിടിവിക്കുന്നവൻ, അനുഗ്രഹത്തിനായി കഷ്ടത തരുന്നവൻ, അനുഗ്രഹത്തിനായി ശോധന തരുന്നവൻ. കർത്താവിനോട് പ്രാർത്ഥിപ്പാനായിട്ട് കഴിയും. മുട്ടിപ്പായി പ്രാർത്ഥിപ്പാനായിട്ട് കഴിയണം. മുട്ടിമേൽ നിന്ന് പ്രാർത്ഥിപ്പാനായിട്ട് കഴിയണം. ഒരു വിടുതൽ പ്രാപിപ്പാനായിട്ട് കഴിയണം. ഒരു സന്തോഷ സമാധാനവും പ്രാപിപ്പാനായിട്ട് കഴിയണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് കർത്താവ് നമ്മുടെ നന്മയ്ക്കായിട്ട് അത് ഒരുക്കുന്നു എന്ന്, നമ്മുടെ വിശുദ്ധിക്കായിട്ട് അത് ഒരുക്കുന്നു എന്ന്, നമ്മുടെ സമാധാനത്തിനായിട്ട് അത് ഒരുക്കുന്നു എന്ന്, അത് നമ്മുടെ പുകഴ്ചയ്ക്കും തേജസ്സിനുമായിട്ടും മരണത്തിനുമായിട്ട് അത് ഒരുക്കുന്നു എന്ന് ആ വിശ്വാസത്തിൽ നിലനിൽപ്പാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ, ബലപ്പെട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. നിത്യജീവം